അങ്ങനെ നമ്മുടെ സ്വന്തം ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന തളപതി വിജയ് മുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിച്ചിരിക്കുകയാണ്. ஜோசப் விஜய் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ഫാൻസുകാർ ആഘോഷിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പും വിജയ് പാർട്ടി രൂപീകരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയ്ക്ക് ഫാൻസ് അല്ലേ. പിന്നീട് എനിക്ക് ആ തീരുമാനത്തിൽ ചെറിയൊരു ഇങ്ങനെ ജയിക്കുകയോ അങ്ങനൊരു സംശയം വന്നു. കാരണം കരൂർ ദുരന്തം വന്നപ്പോഴും അതിനുശേഷം മാനാടുകൾ നടത്തിയ സമയത്ത് അപ്പോഴും കുറച്ച് പേര് അതിലൊക്കെ മരണപ്പെട്ടു. പിന്നെ പേഴ്സണൽ ലൈഫിലുണ്ടായ ഇഷ്യൂസ്, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളി ജയിക്കുമോ അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് MGR പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൽ MGRക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിനേക്കാൾ കൂടുതലാണ് വിജയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അത് വലിയൊരു സർപ്രൈസിങ് ആയിട്ടൊരു കാര്യമാണ്. അതായത് രജനീകാന്ത് തോറ്റുപോയ, കമലഹാസൻ തോറ്റുപോയ, അതുപോലെ വിജയകാന്ത്, ഇവരൊക്കെ വലിയ വലിയ പേരെടുത്ത നടന്മാരാണ്, സ്റ്റാറുകളാണ്. ഇവരൊക്കെ പരാജയപ്പെട്ട കളത്തിലാണ് വിജയ് വിജയിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഫാൻസാണ്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു ആക്ടറാണ് വിജയ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വിജയ് സിനിമയിൽ വരുമ്പോൾ ഒരുപാട് അപമാനിക്കപ്പെട്ട ഒരു നടനും കൂടിയാണ്. ഒരുപാട് അന്നത്തെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ പൈസ കൊടുത്തിട്ട് ഈ മുഖമൊക്കെ നമ്മൾ കാണണോ എന്നൊക്കെ പറഞ്ഞ് എഴുതി അപമാനിച്ചിട്ടുണ്ട്. ആദ്യത്തെ കുറേ സിനിമകളൊക്കെ പരാജയപ്പെട്ടിട്ടും അച്ഛനായിട്ടുള്ള ചന്ദ്രശേഖർ വീണ്ടും മകനെ വെച്ച് സിനിമയെടുത്ത് വിജയിപ്പിച്ച് കൈപിടിച്ച് കയറ്റി കൊണ്ടുവന്നാണ്. വിജയൻ എപ്പോൾ കിട്ടാണ്. പുള്ളിയുടെ സിനിമകൾ, ഒരുപാട് സിനിമകൾ പിന്നീട് ഹിറ്റായി. എന്താ അതിൽ രസം എന്ന് വെച്ചാൽ മുതൽവൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഒരു ദിവസം കൊണ്ട് ഒരാൾ CM ആവുന്നൊരു സിനിമ. ആ സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് രജനീകാന്തിനെയാണ്. അപ്പോൾ രജനീകാന്തിന് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ. അതിനുശേഷം വിജയിനെയാണ് അതിൽ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ വിജയ്ക്ക് അന്ന് എന്തോ അതും അഭിനയിക്കാൻ പറ്റിയില്ല. ഇതൊരു ഇൻസിഡൻസ് പോലെയാണ്. പിന്നീട് ഒരു വേദിയിൽ ഇളയരാജയും കമലഹാസനും സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടാവും നമ്മളെയൊക്കെ ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് എഴുതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അടുത്ത ഷോട്ട് കാണിക്കുന്നത് വിജയുടെ ഫേസാണ്. അന്ന് ആ പരിപാടിയിൽ വിജയ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. நாட்டை ஆளுகிறவர்களுடைய தலையெழுத்து வைத்து அவர்கள் நாட்டை ஆள்வதில்லை, நம்முடைய தலையிலெல்லாம் எழுதியிருக்கணும் நம்ம யாரால ஆளப்பட போகிறோங்கிறது. അത് മാത്രമല്ല വിജയ് പല പഴയ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ തമിഴ് മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ആഗ്രഹമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് വിജയ് പറഞ്ഞിട്ടുണ്ട്. டெஃபினட்டா நான் உங்களை பாலிடிக்ஸ் பத்தி கேட்கணும்னு நினைக்கிறேன். நீங்க பாலிடிக்ஸ் என்ட்ரி அதை பத்திலாம் நாங்க நிறைய கேட்டுட்டு இருக்கோமே. சோ அதை பத்தி நீங்க கொஞ்சம் சொல்லுங்க, நாங்களும் கொஞ்சம் கிளியர் ஆயிக்கிறோம். கிளியரா சொல்லணும்னாங்க, நான் நடிகன் ஆகணும்னு ஆசைப்பட்டேங்க. நான் இவ்வளவு பெரிய ஒரு இடத்துல கொண்டாந்து மக்கள் என்ன உட்கார வைப்பாங்கன்னு எதிர்பார்க்கலீங்க. காலம் என்ன கொண்டு போய் அந்த இடத்துல உட்கார வச்சிருங்க. எனக்கு இப்போங்க மக்களுக்கு நான் ஏதாவது செய்யணும்னு ஆசைப்படுறாங்க. ஆனா அதுக்கு ஒரு பவர்ன்றது ஒன்று வேணும். எனக்கு அது இப்போ டைம் இல்லைன்னா அதுக்கு இது கரெக்டான டைம் இல்லை. சோ அதே மாதிரி அதே காலம் என்ன கொண்டு போய் ஒரு இடத்துல அப்போ நான் வருவேன். വിജയ്ക്ക് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്. പിന്നീട് റീസെൻ്റ് ആയിട്ട് വന്ന സിനിമകളൊക്കെ, ഇപ്പോൾ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അതിൽ വണ്ടി നമ്പർ CM 2026 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത പരിപാടിയാണോ എന്ന് വരെ തോന്നിപ്പോവുകയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ NTKയുടെ രാഷ്ട്രീയം, അവരുടെ ഐഡിയോളജീസാണ് കൂടുതൽ എനിക്കിഷ്ടം. അപ്പോൾ വിജയ് തന്നെ പല സ്റ്റേജിൽ നിന്നിട്ട് ഈ NTKയുടെ അവരുടെ ഐഡിയോളജീസിലെ ചില കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയിൽ കത്തി എന്ന് പറഞ്ഞ സിനിമയിലും അതുപോലെ ചില സിനിമകളിൽ വിജയ് തന്നെ ഈ സീമാൻ എന്ന് പറയുന്ന നേതാവ് സംസാരിച്ച കാര്യങ്ങൾ സിനിമയിൽ ഡയലോഗായിട്ട് പറഞ്ഞ് കൈയടി വാങ്ങിയിട്ടുള്ള ആളാണ്. എന്തൊക്കെയാണെങ്കിലും തമിഴ്നാട്ടിലെ പുതിയ CM ആയി അദ്ദേഹം ചുമതലയേറ്റു. ഇനി തമിഴ്നാടിൻ്റെ ഭാവി ഇദ്ദേഹത്തിൻ്റെ കൈകളിലാണ്. നമുക്ക് നോക്കാം തമിഴ്നാടിൻ്റെ ഭാവി ഇനി എങ്ങനെയായിരിക്കും. ഒരു ആക്ടർ ടേൺഡ് പൊളിറ്റീഷ്യനാണല്ലോ. ഇവരുടെ ഐഡിയോളജീസ്, ഇവരുടെ പ്ലാൻസ്, കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യും തമിഴ്നാട്ടിൽ നിന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെ സൂപ്പർ സ്റ്റാറുകളാണല്ലോ. ഇവരിതേപോലെ ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ വിജയിക്കാനോ അല്ലെങ്കിൽ CM ആവാനൊക്കെ സാധ്യതയുണ്ടോ? ഇവർക്ക് ചാൻസ് കൊടുക്കുമോ ഇവിടുത്തെ ജനങ്ങൾ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?